സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏപ്രിൽ മാസം 11-ാം തീയതി പാലക്കാട് നഗരസഭയിൽ സമൂഹത്തിൽ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന വിഭാഗമായ ഭൗതികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങുന്നതിൻ്റെ പേരിടൽ ചടങ്ങ് ശിലാസ്ഥാപനത്തിൻ്റെ ദിവസം കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ പാലക്കാട് അരങ്ങേറി. അതിൻ്റെ തുടർച്ചയെന്നോണം പാലക്കാട് തുടർച്ചയായ ദിവസങ്ങളിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ടായതാണ്. ആ വിഷയങ്ങൾ നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇന്നലെ പാലക്കാട് നഗരസഭാ കൗൺസിലിൽ പ്രസ്തുത വിഷയം ചർച്ച ചെയ്യുന്നതിനായി അജണ്ടയിൽ 10ാമത്തെ വിഷയമായി ഉൾപ്പെടുത്തി പാലക്കാട് നഗരസഭാ കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എടുത്തിരുന്നു. പാലക്കാട് കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നേ മുതൽ ബോധപൂർവം കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എല്ലാവരുടെയും നടക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് ആവർത്തിച്ച് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞിട്ടും വിഷയം ചർച്ച ചെയ്യുന്നതിന് തയ്യാറാവാതെ വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകൾക്ക് ചെയർപേഴ്സൻ്റെ ഡയസിനകത്ത് കയറിപ്പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് പാലക്കാട് നഗരസഭ സാക്ഷ്യം വഹിച്ചത്. പാലക്കാട് നഗരസഭാ കൗൺസിലിൽ ഈ പ്രസ്തുത വിഷയം ഉൾപ്പെടുത്തിയത് പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനും ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് നഗരസഭയ്ക്കകത്ത് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. കൗൺസിൽ യോഗ നടപടികൾ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ ഏതാണ്ട് 35-40 വിഷയങ്ങളാണ് അജണ്ടയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. 1ാമത്തെ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. കൗൺസിൽ ഹാളിനകത്ത് സാധാരണഗതിയിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെങ്കിലും പാർട്ടി പതാകകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൗൺസിൽ ഹാളിനകത്ത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാറില്ല. പക്ഷേ ഇന്നലെ കൗൺസിൽ ഹാളിനകത്ത് ഇത്തരത്തിൽ പാർട്ടി പതാകകളുമായി എത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത്. കോൺഗ്രസിൻ്റെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളുമാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിനകത്തുണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ KPCCയുടെ ഒരു സമ്മേളനം പാലക്കാട് നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിലിരിക്കുന്ന വേദിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഉണ്ടായിട്ടുള്ളത്. വെട്ടാനും കുത്താനുമുള്ള ആളുകൾ ഈ പാർട്ടിയിലുണ്ട് എന്നുള്ളതും തൊട്ടാൽ തൊട്ടവൻ്റെ കൈവെട്ടും എന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ സ്റ്റേറ്റ്മെൻ്റായിട്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ വെട്ടാനും കുത്താനും കൊത്താനുമുള്ള കശാപ്പ് ശാലയായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു. കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അറവുകാരാണോ എന്ന തരത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് ASP ഓഫീസിൽ ഇവിടുത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊരു പീസ് മീറ്റിംഗ് ASP വിളിച്ചിരുന്നു. ആ മീറ്റിംഗ് കോൺഗ്രസ് ബഹിഷ്കരിച്ചിരുന്നു. അതിനർത്ഥം ഇന്നലെ
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളത്, കോൺഗ്രസ് ബോധപൂർവമായി ഇവിടെ കലാപം സൃഷ്ടിക്കുന്നതിനും സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്നു എന്ന് ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ കൗൺസിൽ യോഗത്തിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. ജിന്ന സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൽ ആ പേര് മാറ്റിക്കൊണ്ട് സ്വതന്ത്ര സമര സേനാനിയായിരുന്ന മുഴുവൻ മലയാളികളുടെയും അഭിമാനമായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് നാമകരണം എന്ന തരത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത കൗൺസിലിൽ പ്രമേയമായിട്ട് ആ വിഷയം അവതരിപ്പിക്കപ്പെടും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നഗരസഭാ കൗൺസിലിനകത്ത് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളും CPMൻ്റെ ആളുകളും മുഴുവൻ ജനപ്രതിനിധികളും ഐക്യകണ്ഠേന ആ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മുഴുവൻ മലയാളികളുടെയും അഭിമാനമായ ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് അവിടെ നൽകുന്നതിനോട് മുഴുവൻ പാർട്ടികളും കക്ഷി ഭേദമന്യേ എല്ലാവരും സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.